جمال الوجود بذكر الإله وتصفو الحياة السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. ബഹുമാനികളെ, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് വറത്തിലിൽ ഖുർആന തർത്തീല എന്നതിന്റെ തഫ്സീർ എന്താണ്, അതിന്റെ വിശദീകരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ കൊടുത്ത മറുപടി തജ്വീദുൽ ഹുറൂഫി വ മഅരിഫത്തുൽ വുഖൂഫി. തജ്വീദുൽ ഹുറൂഫി ഹർഫുകളെ നന്നാക്കുക, വ മഅരിഫത്തുൽ വുഖൂഫി വഖഫുകൾ നിർത്തേണ്ട ഭാഗങ്ങളെ അറിയുക എന്നതാണ്. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആൻ ശരീഫിനെ നാം എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് ഖുർആൻ ശരീഫിലൂടെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്നതാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നിത്യമായി നാം പാരായണം ചെയ്യുന്ന സൂറത്തുകളിലെ തജ്വീദെങ്കിലും കൃത്യമായി നാം ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. ഏറ്റവും കുറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹ എങ്കിലും തജ്വീദ് അനുസരിച്ച് ഓതാൻ നമ്മൾ ഓരോരുത്തരും പഠിക്കണം. കാരണം നിർബന്ധമായിട്ടും നമ്മൾ നിസ്കാരങ്ങളിൽ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നത്. ഓരോ വ്യക്തിയും പഠിച്ചിരിക്കേണ്ടതാണ് സൂറത്തുൽ ഫാത്തിഹ എന്നത്. സൂറത്തുൽ ഫാത്തിഹയിലെ 21 അക്ഷരങ്ങൾ, 21 ഹർഫുകളാണ് ഉള്ളത്. അറബി അക്ഷരമാലയിലെ 28 ഹർഫുകളിൽ നിന്നും 21 ഹർഫുകളാണ് ഉള്ളത്. 7 ഹർഫുകൾ ഒഴിവാണ്. എന്തുകൊണ്ട് 7 ഹർഫുകൾ ഒഴിവാണ്? സിറിന്റെ ഉലമാക്കൾ, രഹസ്യങ്ങൾ പറഞ്ഞു തരുന്ന ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ 7 അക്ഷരങ്ങളും അധികമായും മോശമായ കാര്യങ്ങൾക്കും റഹ്മത്തിന് വിരുദ്ധമായ കാര്യങ്ങൾക്കും വേണ്ടിയാണ് പ്രയോഗത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ 7 അക്ഷരങ്ങളെയും അല്ലാഹു തആല ഒഴിവാക്കിയെന്ന് സിറിന്റെ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു സംഭവം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. കൈസർ രാജാവ് അബ്ബാസിയ ഖലീഫകളിൽപ്പെട്ട ഒരു ഖലീഫക്ക് കത്തെഴുതുകയാണ്. എന്താണ് കത്തിലുള്ളതെന്ന് അറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തേക്ക് ഇറക്കിയ 4 ഗ്രന്ഥങ്ങളിലെ ഒരു ഗ്രന്ഥത്തിൽ ഒരു അധ്യായം ആ ഭാഷയിലെ അക്ഷരമാലയിൽ നിന്നും 7 അക്ഷരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. ആ അധ്യായം ആരെങ്കിലും പാരായണം ചെയ്താൽ ഹറമല്ലാഹു ജസദഹു മിനന്നാർ, നരകത്തീയിൽ നിന്നും ആ മനുഷ്യനെ അല്ലാഹു തആല രക്ഷിക്കും. അല്ലാഹു തആല നരകത്തിന്റെ മേൽ ആ മനുഷ്യനെ ഹറാമാക്കുമെന്ന് ഇഞ്ചീലിൽ നിന്നും ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കൈസർ രാജാവ് എഴുതുകയാണ്, ഇഞ്ചീലിൽ നിന്നും ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണിത്. അതിന്റെ അടിസ്ഥാനത്തിൽ തൗറാത്ത്, ഇഞ്ചീല്, സബൂർ ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന അവഗാഹമുള്ള പണ്ഡിതന്മാരെ കൊണ്ട് പരിശോധിപ്പിച്ചു. അതിലൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ശരീഫിൽ അങ്ങനെ ഒരു അധ്യായമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് കൈസർ രാജാവ് അബ്ബാസിയ ഖലീഫകളിൽപ്പെട്ട ഒരു ഖലീഫക്ക് കത്തെഴുതുന്നത്. ഖലീഫ കത്ത് കിട്ടി ഉലമാക്കളെല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദിച്ചു, എന്താണ് ഇതിനുള്ള മറുപടി എന്ന്. മഹത്തുക്കളായ പണ്ഡിതന്മാർ പരിശോധിച്ചു. അവസാനം ഇമാമുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് പറഞ്ഞു കൊടുക്കുന്നത് 7 അക്ഷരങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള അധ്യായം സൂറത്തുൽ ഫാത്തിഹയാണെന്ന് മഹാനായ ഇമാമുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി ഖലീഫക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒഴിവാക്കാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോഴും മഹാനവറുകൾ ഇങ്ങനെയുള്ള മറുപടിയാണ് പറഞ്ഞത്. അധികമായും പ്രയോഗിക്കുന്നത് മോശമായ കാര്യങ്ങളിലായതുകൊണ്ട് ആ 7 അക്ഷരങ്ങളെ ഒഴിവാക്കിയെന്ന് മഹാനായ ഇമാമുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ഫാ, ജീം, ഖാ, സാ, ഷീൻ, ലാ, ഫാ ഈ അക്ഷരങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നും ഒഴിവായിട്ടുള്ളത്. ബാക്കിയുള്ള 21 ഹർഫുകൾ അക്ഷരത്തെറ്റില്ലാതെ മഖ്റജിൽ നിന്നും സിഫത്തൊപ്പിച്ചുകൊണ്ട് പറയാൻ നമ്മൾ പഠിക്കൽ നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. എന്തുകൊണ്ട്? സൂറത്തുൽ ഫാത്തിഹയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് നിസ്കരിക്കാൻ നമുക്ക് നിർവാഹമില്ല. കാരണം സൂറത്തുൽ ഫാത്തിഹ ഓതുക എന്നത് ഖൗലിയായ ഫർദിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനികളെ, നമ്മൾ ആ സൂറത്തുൽ ഫാത്തിഹ തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യാൻ പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? ഇമാമത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ മഅ്മൂമികളുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? ലാ ഖുദുവത്തൽ ഖാരിഉ ബി ഉമ്മിയിൻ. ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫാത്തിഹ ഓതാൻ അറിയാവുന്ന ആള് ഫാത്തിഹ ഓതാൻ അറിയാത്ത ആളോട് തുടർന്നാൽ തുടർച്ച സ്വഹീഹാവുകയില്ല എന്നുള്ളത് ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെയൊക്കെ പള്ളികളിൽ മയ്യത്തുമായിട്ട് വരുമ്പോ മയ്യത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത് ആരാണ് എന്ന് പരിഗണിക്കുമ്പോ അവിടെ നമ്മൾ പരിഗണിക്കുന്നത് ബന്ധം മാത്രമാണ്. അവിടെ ഇമാമത്ത് നിൽക്കുന്ന ആൾക്ക് തജ്വീദ് അനുസരിച്ച് സൂറത്തുൽ ഫാത്തിഹ മഖ്റജ് അനുസരിച്ച് ഓതാൻ കഴിയുന്ന ആളാണോ അല്ലയോ എന്ന് നമ്മൾ പരിഗണിക്കാറില്ല.
ബഹുമാനികളെ, ആ മയ്യത്തിനോട് നമ്മൾ ചെയ്യുന്ന വലിയൊരു മുൽമാണ്, അക്രമമാണ്. അതിൽ നമ്മൾ ചെയ്യാനുള്ളത് ഒന്നുകിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറാവുക, അല്ലെങ്കിൽ അത് അറിയാവുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ വഴിമാറി കൊടുക്കുക എന്നതാണ്. ബഹുമാനികളെ, സൂറത്തുൽ ഫാത്തിഹ മാത്രമല്ല, വിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ ഓരോ വചനങ്ങളെയും തജ്വീദ് അനുസരിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെടാൻ, തജ്വീദ് അനുസരിച്ചുകൊണ്ട് പഠിക്കാൻ, പാരായണം ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.